പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇന്ന് രാത്രി വീണ്ടും നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിപ്പാൻ ദൈവമിടയാക്കിയല്ലോ. ഈ വളരെ ചെറിയ ഒരു സെമസ്റ്റർ ചില വിഷയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഫാക്കൽറ്റീസ് ഓരോരുത്തരായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മിക്കവാറും ക്ലാസ്സുകൾ തീർന്നു വരികയാണ്. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് കൊണ്ട് നമ്മുടെ ലേവ്യ എബ്രായ താരതമ്യ പഠനം അവസാനിക്കും. പഴയ നിയമത്തിലെ പുസ്തകങ്ങളിൽ യേശു ക്രിസ്തുവിനെയും കർത്താവിന്റെ മരണത്തെയും പ്രധാനമായും സൂചിപ്പിക്കുന്ന പ്രതീകാത്മകങ്ങളായ നിഴലായ കാര്യങ്ങളാണ് ലേവ്യ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ ക്രൂശ് ചരിത്രത്തിന്റെ നടുവിൽ നിൽക്കുകയാണ്. ക്രൂശിനു മുമ്പുള്ളവര് യേശുവിനെയാണ് പ്രതിനിധീകരിച്ച് പലതും ചെയ്തിരുന്നത് പഴയ നിയമത്തിൽ. പക്ഷെ അതെല്ലാം അനുഷ്ഠാനങ്ങളായോ നിഴലായ ആചാരങ്ങളായോ കർമ്മങ്ങളായോ ഒക്കെ ചെയ്തു വന്നു. നമ്മളാകട്ടെ പുറകോട്ട് നോക്കി യേശു ക്രൂശിക്കപ്പെട്ടതിനെ തിരിച്ചറിയുകയും ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെയായിരുന്നു യഹൂദന്മാർ പ്രധാനമായും നിഴലായി യേശുവിനെ അന്ന് അവർ ആചരിച്ചിരുന്നത് എന്നതാണ് പഴയ നിയമത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നതാണ്. പഴയ നിയമ പുസ്തകങ്ങൾ പഠിക്കാനുള്ളതാണ്. അവയിൽ യേശു ഉണ്ടെന്ന് അല്ലെങ്കിൽ ക്രിസ്തു ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി എടുക്കാനുള്ളതാണ് പഴയ നിയമ പുസ്തകങ്ങൾ. അതിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി ആചരിക്കാനുള്ളതല്ല. ആ നിയമങ്ങളൊന്നും ഇന്ന് ബാധകവുമല്ല. പുറപ്പാട് 20 മുതൽ ആവർത്തനം ഒടുവിൽ വരെ പറയുന്ന എല്ലാ നിയമങ്ങളും അനുഷ്ഠാനപരമായ സെറിമോണിയൽ ആചാരങ്ങളാണതെല്ലാം. പെരുന്നാളുകളാകട്ടെ, വഴിപാടുകളാകട്ടെ, നേർച്ചകളാകട്ടെ, യാഗങ്ങളാകട്ടെ, എല്ലാം ദൈവാലയമാകട്ടെ, പൗരോഹിത്യമാകട്ടെ, എല്ലാം നിഴലുകളാണ്, യാഥാർത്ഥ്യങ്ങളല്ല. അതെല്ലാം യേശുവിൽ സഫലമാകുന്നു. കർത്താവിൽ അത് നിവർത്തിക്കപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആചരിക്കാത്തത്. അതുകൊണ്ടാണ് ഇന്നത് ആചരിക്കേണ്ട കാര്യമില്ല. പൊരുളായ യേശു വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ലേവ്യ എബ്രായ കമ്പാരിസൺ പഠനത്തിൽ രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഈ പുസ്തകങ്ങൾ രണ്ടിലും പൊതുവായി പറയുന്നതെന്ന് നമ്മൾ ചിന്തിച്ചല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതിലൊന്ന് പൗരോഹിത്യമാണ്. അത് നമ്മൾ പഠിച്ചു. ആ പൗരോഹിത്യം യേശുവിന്റെ പൗരോഹിത്യത്തിന് നിഴലായിരുന്നു. ഇന്ന് ആ പൗരോഹിത്യമില്ല. ഇന്ന് ആ പൗരോഹിത്യം എന്നല്ല, ന്യായപ്രമാണ പ്രകാരം ഉള്ള ഒരു പൗരോഹിത്യവും ഇന്ന് നിലനിൽക്കുന്നില്ല. ഇന്നത്തെ പൗരോഹിത്യം എന്ന് പറയുന്നത് പുതിയ നിയമസഭയിൽ എല്ലാവർക്കുമുള്ള പൗരോഹിത്യമാണ്. രാജകീയ പുരോഹിത വർഗം, സഭാംഗങ്ങളായ സഹോദരനാകട്ടെ, സഹോദരിയാകട്ടെ, യുവാവാകട്ടെ, അവരെല്ലാം പുരോഹിതന്മാരാണ്. അതാണ് ഇന്നത്തെ പൗരോഹിത്യം എന്ന് പറയുന്നത്. പുതിയ നിയമസഭയിലെ അംഗങ്ങളെല്ലാം പുരോഹിതന്മാരാണ്. ഇനി മഹാപുരോഹിതന്മാരാരും സഭയിലില്ല. ഒരു മഹാപുരോഹിതനെ നമുക്കുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവ് സ്വർഗത്തിലുമാണ്. സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി
മധ്യസ്ഥത ചെയ്യുന്ന തന്റെ ശരീരയാഗം കൊണ്ട് ദൈവത്തിന്റെ നീതിയെ തൃപ്തിപ്പെടുത്തി സ്വന്തം രക്തത്താൽ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് നമ്മുടെ കർത്താവ്. മഹാപുരോഹിതന്മാർ നമുക്കില്ല, ഒരു മഹാപുരോഹിതനേ ഉള്ളൂ. എന്നാൽ പുരോഹിതന്മാർ നമുക്കുണ്ട്, അതെല്ലാവരും പുരോഹിതന്മാരാണ്. അവിടെ വലിപ്പ ചെറുപ്പ വ്യത്യാസങ്ങളില്ല. പുതിയ നിയമ ശുശ്രൂഷകന്മാർ പുരോഹിതന്മാരല്ല, അവരുടെ സ്ഥാനം പൗരോഹിത്യവുമല്ല. അത് പുരോഹിതന്മാരാണെന്ന ധാരണ അറിയാതെ ജനങ്ങൾക്കുണ്ടാകാറുണ്ട്. അത് ശരിയല്ല. പാസ്റ്റർമാർ പുരോഹിതന്മാരല്ല. അത് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. പുരോഹിതന്റെ സ്ഥാനവുമില്ല. പണ്ടൊരിക്കലും ഞാനൊരു കല്യാണത്തിന് പോയപ്പം ഒരു പാസ്റ്ററുടെ മകൻ പാസ്റ്ററുടെ മകളെ കല്യാണം കഴിക്കുക, പാസ്റ്ററുടെ മകൻ പാസ്റ്ററുടെ മകളെ കല്യാണം കഴിക്കുക. ഇപ്പൊ നടത്താൻ വന്ന സംഘടനയുടെ തലവൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് വേണ്ടി എഴുന്നേറ്റപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഇന്നത്തെ വിവാഹത്തിന്റെ പ്രത്യേകത രണ്ട് പുരോഹിത കുടുംബങ്ങൾ തമ്മിലാണ്. അദ്ദേഹം മീൻ ചെയ്തത് രണ്ട് പാസ്റ്റർമാരുടെ കുടുംബങ്ങളാണെന്നാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം പക്ഷെ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, അവരങ്ങനെ ധരിച്ചിരിക്കുന്നതുകൊണ്ടാണ്. രണ്ട് പുരോഹിത കുടുംബങ്ങൾ തമ്മിലാണ് ഇവിടെ ബന്ധം എന്ന് അദ്ദേഹം പറഞ്ഞു. വലിയ തെറ്റാണത്. പാസ്റ്റർ പുരോഹിതനല്ല. പുരോഹിതൻ എന്ന് പറയാവുന്ന എല്ലാരെയും പറയാം, വിശ്വാസിയും പറയാം. എല്ലാവരും പുരോഹിതന്മാരാണെന്നുള്ളതാണ് പുതിയ നിയമത്തിന്റെ പഠിപ്പിക്കൽ. പാസ്റ്റർ പുരോഹിതനേ അല്ല. അപ്പൊ അറിയാതെ പോലും ജനമങ്ങനെ കരുതുന്നുണ്ട് ആ സ്ഥാനത്ത് ഇറക്കമുള്ള കുപ്പായില്ലെന്നേ ഉള്ളൂ, പാസ്റ്ററും പുരോഹിതനാണ് എന്ന് കാണുന്നവരുണ്ട്. അത് പുതിയ നിയമസഭയുടെ ശുശ്രൂഷയെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. വെള്ളയുടുപ്പ് ധരിക്കുന്നതുകൊണ്ട് എല്ലാവരും പുരോഹിതന്മാരാകുകയല്ല. ഇറക്കമുള്ളതോ കൈയുള്ളതോ ധരിക്കുന്നതുകൊണ്ട് പുരോഹിതന്മാരാകുകയല്ല. ഇത് പൗരോഹിത്യത്തിന്റെ കുപ്പായവുമല്ല. അത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ പിന്നെ രണ്ടാമത് നമ്മൾ പഠിച്ച വിഷയം ലേവ്യ യാഗങ്ങളാണ്. യാഗങ്ങൾ എന്താണ് പറയുന്നത്? യാഗങ്ങൾ കാൽവറി ക്രൂശിൽ മനുഷ്യവർഗത്തിനു വേണ്ടി യാഗമാകാൻ പോകുന്ന യേശുവിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അതാണ് യാഗങ്ങൾ ചെയ്യുന്നത്. പണ്ട് ഈ യാഗങ്ങൾ കൊടുത്തില്ലായിരുന്നു എന്ന് വിചാരിച്ചു. യാഗങ്ങളേ ഇല്ലായിരുന്നു. യേശു ക്രൂശിൽ മരിച്ചാൽ ആ മരണം ഒരു യാഗമായിരുന്നുവെന്ന് എങ്ങനാ മനസ്സിലാക്കുക? ആർക്കും മനസ്സിലാവില്ല. അത് യാഗമായിരുന്നു, മറ്റുള്ളവരുടെ പാപത്തിനു വേണ്ടി ബലിയാക്കപ്പെട്ട ഒരു കുഞ്ഞാടിന് തുല്യമായി അറുക്കപ്പെട്ടതാണ് യേശു എന്ന് യഹൂദ ലോകം മനസ്സിലാക്കിയത് അവർ നാളുകളായി കഴിച്ചു വന്ന യാഗങ്ങളിലൂടെ അവർക്ക് തിരിച്ചറിവുണ്ടായി. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എളുപ്പമായിരുന്നു സുവിശേഷം യഹൂദന്മാരോട് പറയാൻ. ഒരളവിൽ സുവിശേഷത്തിന്റെ പശ്ചാത്തലം യഹൂദനോട് പറയേണ്ട കാര്യമില്ല. കാരണം അവരുടെ ഇടയിൽ നടന്നു വന്നതാണ് പാപപരിഹാരത്തിനുള്ള യാഗം. അതുകൊണ്ട് എളുപ്പമായിരുന്നു പറഞ്ഞു കൊടുക്കാൻ. നേരെ മറിച്ച് ലോക ജനതയ്ക്കെല്ലാം പാപപരിഹാര യാഗമൊന്നുമില്ല. അതവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. ഇവിടുത്തെ ഹിന്ദുക്കൾ പാപപരിഹാര യാഗമൊന്നും കഴിച്ചിരുന്നവരല്ല. പാപപരിഹാരത്തിന് കർമ്മങ്ങളെ ചെയ്തിട്ടുള്ളൂ, യാഗം എന്നൊന്നില്ല. ആര്യന്മാർക്കുണ്ടായിരുന്നു. ആര്യന്മാരിലെ ചിലരെ യാപ്രമാണം കൊണ്ട് നടന്നിരുന്നു. പാപപരിഹാരത്തിനുള്ള യാഗം മുസ്ലിങ്ങൾക്കില്ല. പാപപരിഹാരത്തിനുള്ള യാഗം മതങ്ങൾക്കില്ല. യഹൂദ മതത്തിനുണ്ടായിരുന്നു. അവിടെ എല്ലാം പാപപരിഹാരത്തിന് കർമ്മങ്ങളുണ്ട് കേട്ടോ.
യാഗമില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ പാപപരിഹാരത്തിനുള്ള യാഗം എന്ന പ്രമാണം 1500 കൊല്ലങ്ങൾ യഹൂദൻ അനുഷ്ഠിച്ചു വന്നതുകൊണ്ട് ക്രൂശിൽ യേശു മരിച്ചപ്പോ ഇതാ നമ്മുടെ പാപത്തിന് വേണ്ടിയാണ് യേശു മരിച്ചത്, അതല്ലേ ലേഖനങ്ങളിൽ എഴുതിയത്, നമ്മുടെ പെസഹ കുഞ്ഞാട് മറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അപ്പൊ യാഗപ്രമാണം കൊടുത്തത് കൊണ്ടാണ് യേശുവിന്റെ മരണം ഒരു യാഗമാണെന്ന് പറയാൻ സാധിച്ചത്. അതുകൊണ്ട് യാഗപ്രമാണം കൊടുത്തില്ലെങ്കിലോ യേശുവിന്റെ മരണം സാധാരണ മരണം. എത്രയോ പേരെ കൊല്ലുന്നു, എത്രയോ പേർ ക്രൂശിക്കപ്പെടുന്നു. റോമാ സാമ്രാജ്യം 10,000-കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട് ക്രൂശില്. ഒരു ദിവസം തന്നെ 6,000 പേരെ ക്രൂശിച്ചു എന്ന ചരിത്രമുണ്ട് റോമാ സാമ്രാജ്യത്തിൽ. ഒറ്റ ദിവസം ഒറ്റയടിക്ക് 6,000 പേരെ കൊന്നു ക്രൂശിൽ തറച്ച്. നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട അന്ന് തന്നെ കർത്താവ് ഉൾപ്പെടെ 3 പേരെയാണ് ക്രൂശിൽ തറച്ചത്. റോമാ സാമ്രാജ്യം അനേകരെ ക്രൂശിൽ കൊന്നിട്ടുണ്ട്. എന്താ അതൊക്കെ ബലിയാകാത്തത്? അതൊക്കെ എന്താണ് നമ്മൾ പ്രസംഗിച്ച് നടക്കാത്തത്? യേശുവിന്റെ മരണം മാത്രം അതൊരു യാഗമായിരുന്നു, ബലിയായിരുന്നു, പാപപരിഹാരമായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് നേരത്തെ യാഗത്തിന്റെ പ്രമാണം കൊടുത്തത് കൊണ്ടാണ്. ആ പ്രമാണം എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചാൽ മൃഗങ്ങൾക്കൊന്നും പാപപരിഹാരം നടത്താൻ കഴിവുണ്ടായിട്ടല്ല, ഒരിക്കലുമല്ല. യേശുവിന്റെ യാഗത്തെ ജനം മനസ്സിലാക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് നിഴലായി മൃഗബലി നടത്താൻ അനുവദിച്ചു എന്നേ ഉള്ളൂ. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് വ്യക്തമായി പറയുന്നു എബ്രായ ലേഖനത്തിൽ. ഈ യാഗം ഇത് യാഗമായി തന്നെയാണ് എന്ന് പറയുന്നു. നമുക്ക് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിലേക്ക് വരാം. നേരത്തെ നമ്മളൊന്ന് വായിച്ചത്, എന്നാലും ഒന്നുകൂടെ വായിക്കാം. ക്രിസ്തുവോ വരുവാനുള്ള നന്മയുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തായി വലുപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. മതി. ഈ വാക്യങ്ങളിൽ 2 കാര്യങ്ങളാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. ഒന്ന്, വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നു. യേശു മഹാപുരോഹിതനാണ്. 2, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തം കൊണ്ടല്ല, സ്വന്തം രക്തത്താൽ. ബലിമൃഗവും താൻ തന്നെ, മഹാപുരോഹിതനും താൻ തന്നെ, ബലിമൃഗവും താൻ തന്നെ. എന്നിട്ട് എന്ത് ചെയ്തു? തന്റെ രക്തത്താൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത സ്വർഗത്തിലെ കാര്യമാ, അവിടെ ചെന്ന് വീണ്ടെടുപ്പ് സാധിപ്പിച്ചു സ്വന്തം രക്തം കൊണ്ട്, പിതാവിന്റെ അടുക്ക് ചെന്ന്. അപ്പൊ മഹാപുരോഹിതനാണ്, യാഗമൃഗമാണ് യേശു. ഇത് രണ്ടും യേശു നിവർത്തിക്കുകയാണ്. കാരണം പിതൃസന്നിധിയിലേക്ക് ഈ മഹാപാപപരിഹാര യാഗത്തിലെ പല സ്റ്റെപ്പുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അത് കഴിക്കേണ്ടയാൾ മഹാപുരോഹിതനാണ്. ആണ്ടിലൊരിക്കലാണ് യാഗം, 7-ാം മാസം 10-ാം തീയതി. അപ്പൊ മഹാപുരോഹിതൻ എന്താ ചെയ്യുക? ആദ്യം തന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള യാഗം കഴിക്കും. സമാഗമന കൂടാരത്തിൽ ചെന്ന് അതിപരിശുദ്ധ സ്ഥലത്ത് കടന്ന് കൃപാസനത്തിന്മേൽ 7 പ്രാവശ്യം രക്തം തളിക്കുന്നു. മടങ്ങി വരും, തന്റെ പാപം പ്രായശ്ചിത്തം വരുത്തിയിട്ട് മടങ്ങി വരും. മടങ്ങി വന്ന് ജനത്തിന്റെ പാപത്തിന് വേണ്ടി യാഗം കഴിക്കും. ജനത്തിന്റെ പാപത്തിന് വേണ്ടി യാഗം കഴിച്ചിട്ട് ആ രക്തവുമായി 2ാമതും അതിപരിശുദ്ധ സ്ഥലത്ത് ചെല്ലും. കൃപാസനത്തിന്മേൽ 7 പ്രാവശ്യം രക്തം തളിക്കും. ശുശ്രൂഷ പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങി വരും.
സമാഗമന കൂടാരത്തിങ്കൽ കാത്തു നിൽക്കുന്ന ജനപ്രതിനിധികളുടെ മുമ്പിൽ ജനങ്ങളെ അദ്ദേഹം ആശീർവദിക്കും. മഹാപാപപരിഹാര യാഗം പൂർത്തിയായി 12 ഗോത്രങ്ങളിലെയും സർവ്വജനത്തിന്റെയും പാപപരിഹാരത്തിന് ദൈവസന്നിധിയിൽ പ്രസാദമായ യാഗം അർപ്പിച്ചു. ദൈവപ്രസാദം ലഭിച്ചു. ആരും മരിക്കേണ്ട, പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വന്നു. ഈ ചടങ്ങാണ് ചെയ്യാറുള്ളത്. യേശു മഹാപുരോഹിതനായി വന്നിട്ട് എന്താ ചെയ്തത്? 1-ാം യാഗം യേശുവിന് വേണ്ടായിരുന്നു, തന്റെ പാപത്തിന് വേണ്ടി. കാരണം യേശു പാപമില്ലല്ലോ. 2-ാം യാഗം ജനത്തിന്റെ പാപത്തിന് വേണ്ടിയുള്ള യാഗമാണ് രണ്ടാമത്തേത്. അത് യേശു കഴിച്ചു. ആട്ടുകൊറ്റന്മാരോ പശുക്കിടാങ്ങളോ അല്ല, സ്വന്തം ശരീരം യാഗമായി അർപ്പിച്ചു. എന്നിട്ട് തന്റെ സ്വന്തം രക്തം കൊണ്ട് പിതാവിന്റെ അടുക്കിലേക്ക് പോയി പ്രായശ്ചിത്തമാകാൻ. അപ്പൊ എന്തിനാണ് ഈ രക്തം പ്രായശ്ചിത്തമാകുന്നതെന്ന് ചോദിച്ചാൽ, രക്തം കൊണ്ടാണ് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞ കവറിങ് ആണ്. ഒന്നിനെ മറയ്ക്കുക എന്നാ അതിന്റെ അർത്ഥം. പ്രായശ്ചിത്തം എന്ന വാക്കിന്റെ അർത്ഥം മറയ്ക്കുക. നമ്മുടെ പാപങ്ങളെ ദൈവദൃഷ്ടിയിൽ നിന്നും മറയ്ക്കാനാണ് ഈ രക്തം ചൊരിയുന്നത്. രക്തം കൊണ്ടാണ് മറയ്ക്കുന്നത്. മാർട്ടിൻ ലൂതർ നവീകരണകാലത്തെ, മാർട്ടിൻ ലൂതർ വലിയ വിപ്ലവമായിരുന്നല്ലോ നവീകരണം. കത്തോലിക്ക സഭയ്ക്കെതിരെ ജർമ്മനിയിലെ വിറ്റൻബർഗ് പള്ളിയിൽ 95 നിബന്ധനകൾ എഴുതി ഒട്ടിച്ച് കത്തോലിക്ക അന്നത്തെ ഭരണകൂടത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ 95 നിബന്ധനകൾ മാർട്ടിൻ ലൂതർ പള്ളി വാതിക്കെ കൊണ്ടുപോയി താഴ്ച്ചത്. ഈ മാർട്ടിൻ ലൂതർ ഒറ്റപ്പെട്ടു പോയി. കാരണം സമൂഹം അദ്ദേഹത്തിനെതിരെ, സഭ അദ്ദേഹത്തിനെതിരെ, ചില രാജാക്കന്മാർ അദ്ദേഹത്തിനെതിരെ. ഇപ്പൊ മാർട്ടിൻ ലൂതർ ഏതാണ്ട് ഒറ്റപ്പെട്ടു. വോംസ് നഗരത്തില് അദ്ദേഹം ഒരു മുറിക്കകത്ത് ഇങ്ങനെ ഏകനായിരിക്കുമ്പോൾ അദ്ദേഹം കാണുന്നൊരു ദർശനം ഇതായിരുന്നു. പിശാച് മാർട്ടിൻ ലൂതറിന്റെ മുഴുവൻ ജീവിത കുറ്റങ്ങളെയും അദ്ദേഹം ഇരിക്കുന്ന മുറിയുടെ തറയിൽ ഇങ്ങനെ എഴുതി വെച്ചു. ഭൂതകാലത്തിൽ ലൂതർ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ വലിയൊരു നിര ഇങ്ങനെ എഴുതി വെച്ചു, പട്ടിക. ലൂതറിനത് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കി. ഉടനെ ലൂതർ കാണുന്ന കാഴ്ച എന്നാന്നറിയാമോ? മുകളിൽ നിന്ന് ഒരു തുള്ളി രക്തം നേരെ ഈ എഴുതി വെച്ച പാപപട്ടികകളുടെ മുകളിലേക്ക് വീഴുന്നു. ആ രക്തം എന്നിട്ട് അങ്ങോട്ട് പരക്കുന്നു. പരന്ന് ലൂതർ ചെയ്ത കുറ്റകൃത്യങ്ങൾ മുഴുവൻ മറച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പ്രായശ്ചിത്തമായ രക്തം, യേശുവിന്റെ രക്തം സകല പാപത്തെയും മൂടിക്കളയുകയാണ്. അപ്പൊ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ മറയ്ക്കുകയാണ്. അപ്പൊ അത് സംഭവിക്കുന്നതാണ്. അതിനെ കാണിക്കാനാണ് ഈ പഴയമത്തിലെ യാഗമെല്ലാം. യാഗപീഠത്തിലെ കൊമ്പുകളിൽ രക്തം പുരട്ടുക, കൃപാസനത്തിന്മേൽ രക്തം തളിക്കുക, ഇതെല്ലാം ഈ രക്തത്തിന്റെ കാര്യമെല്ലാം വരുന്നത് പാപപരിഹാരത്തിന് വേണ്ടിയാണ്. അതെന്തിനാണ്? പാപത്തിന്റെ ശമ്പളം മരണമാ. ജീവൻ കൊണ്ട് മാത്രമേ, മരണം കൊണ്ട് മാത്രമേ പാപത്തിന് പ്രായശ്ചിത്തം ഉണ്ടാവൂ. അത് നിയമമാണ്. പാപി മരിക്കണം, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. ദേഹിയെ ഡയറക്റ്റായിട്ട് കൊല്ലുന്നില്ല നമ്മള്, പകരം എനിക്ക് പകരം ഒരു മൃഗത്തെ കൊല്ലുന്നേ ഉള്ളൂ. അപ്പൊ മനസ്സിലായല്ലോ, യാഗം എന്നുള്ളത് എന്തിനെ സൂചിപ്പിക്കുന്നു? യേശു വന്നിട്ട് ഇതേപോലെ സ്വന്തം ശരീരം കൊണ്ട് യാഗം കഴിച്ചിട്ട് തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. യേശു മഹാപുരോഹിതനായി. 2, യേശു യാഗമൃഗമായി. മൂന്നാമത് യേശു ചെയ്തൊരു കാര്യം നമുക്കതിന്റെ 10-ാം അധ്യായം 19-ാം വാക്യം വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരുശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും
ദേവാലയത്തിന് മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക. മതി. മൂന്നാമത്തെ കാര്യം, യേശുവിന്റെ ശരീരം തകർക്കപ്പെട്ടത്. തന്റെ ശരീരമുണ്ടല്ലോ, അത് യാഗമൃഗമായിരുന്നു നമ്മൾ പഠിച്ചു. എന്നാ ഇവിടെ പറയാണ് അത് യാഗമൃഗം മാത്രമല്ല. എപ്പോഴും ഈ സമാഗമന കൂടാരത്തിലെ 3 ഭാഗങ്ങളാണല്ലോ, നിങ്ങൾക്കും അറിയാമല്ലോ. ആദ്യം പ്രാകാരം, രണ്ടാമത് വിശുദ്ധ സ്ഥലം, മൂന്നാമത് അതിപരിശുദ്ധ സ്ഥലം. ആദ്യത്തെ പ്രാകാരത്തിൽ എല്ലാവർക്കും പ്രവേശിക്കാം. യാഗമൃഗവുമായി വരുന്ന ആർക്കും വരാം യാഗപീഠത്തിങ്കൽ. ഈ പ്രാകാരത്തിൽ അവിടെ 2 ഉപകരണങ്ങളാണുള്ളത്, താമ്രത്തൊട്ടിയും യാഗപീഠവും. വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ മാത്രമേ പ്രവേശിക്കാവൂ, സാമാന്യ ജനങ്ങൾക്ക് പ്രവേശനമില്ല. വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ മാത്രം. അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ മാത്രം. ഇങ്ങനെയാണ് സമാഗമന കൂടാരം എന്ന് പറയുന്നത്. ആദ്യത്തെ സ്ഥലത്ത് എല്ലാവർക്കും പ്രവേശിക്കാം, രണ്ടാമത്തെ സ്ഥലത്ത് പുരോഹിതന്മാർക്ക് മാത്രം പ്രവേശിക്കാം, മൂന്നാമത്തെ സ്ഥലത്ത് മഹാപുരോഹിതനും മാത്രം പ്രവേശിക്കാം. അപ്പൊ ഈ വിശുദ്ധ സ്ഥലത്തിനും അതിപരിശുദ്ധ സ്ഥലത്തിനും ഇടയിൽ ഒരു തിരശീല കിടപ്പുണ്ട്. വിശുദ്ധ സ്ഥലത്ത് കയറുന്ന ഒരാൾക്ക് അതിപരിശുദ്ധ സ്ഥലം കാണാൻ പറ്റത്തില്ല. പെട്ടകമോ കൃപാസനമോ വിശുദ്ധ സ്ഥലത്ത് കയറുന്ന പുരോഹിതന്മാർ കാണാറില്ല, കാണാൻ അനുവാദമില്ല. അവിടെ ഒരു വലിയ തിരശ്ശീലിട്ട് കെരൂബുകളുടെ ചിത്രത്തയ്യലൊക്കെ എംബ്രോയിഡറി വർക്ക് ചെയ്ത കെരൂബുകൾ ഒക്കെ ആലേഖനം ചെയ്ത വളരെ കട്ടിയുള്ള, വലിയ പുതപ്പ് പോലെ കട്ടിയുള്ളതാ. ആ കട്ടിയുള്ള തിരശീല ഇങ്ങനെ തൂക്കിയിട്ടൊക്കെയാണ് തൂണുകളിൽ. ആ തിരശീല മാറ്റിയിട്ടാണ് മഹാപുരോഹിതനകത്തേക്ക് കിടക്കുന്നത്. ഈ തിരശീല കിടക്കുന്നിടത്തോളം കാലം അതിപരിശുദ്ധ സ്ഥലത്ത് കയറാൻ പറ്റത്തില്ല, കാണാൻ പറ്റില്ല, പോകാൻ പറ്റില്ല, അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ഈ തിരശീലയാണ് യേശു ക്രൂശിൽ മരിക്കുന്ന നിമിഷം മന്ദിരത്തിലെ തിരശീല മേൽതൊട്ടടിയോളം 2ആയി കീറിപ്പോയി എന്ന് സുവിശേഷങ്ങളിൽ വായിക്കുന്നത്. എന്താ ഇത് കീറിപ്പോയതിന്റെ അർത്ഥം? ഇനി ആരും മടിച്ചു നിൽക്കണ്ട, ധൈര്യമായി നിങ്ങൾക്കിത് കാണാം, നിങ്ങൾക്ക് അകത്തേക്ക് വരാം. അതാണ് ഈ തിരശീല കീറിയത്. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, യേശു തന്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി ഒരു പുതിയ വഴി തുറന്നു. ശരീരം തകർക്കപ്പെട്ടത് കൊണ്ട് ഇനിമേൽ നമുക്ക് ദൈവസിംഹാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ ഒരു തടസ്സവും ഇല്ല. ആ തിരശീലയാണ് നമുക്ക് വേണ്ടി കീറിയത്. ആ തിരശീല, ദൈവമന്ദിരത്തിലെ തിരശീല യേശുവിന്റെ ശരീരത്തിന് നേരാണ്. യേശുവിന്റെ ശരീരമാണ് തകർക്കപ്പെട്ടത്. അവിടെ പിലാവ് കുത്തിത്തുളയ്ക്കപ്പെട്ടു, ചാട്ടവാറടിയേറ്റു, കൈകാലുകൾ ആണി കൊണ്ട് കുത്തിത്തുളയ്ക്കപ്പെട്ടു, ശിരസ് മുൾക്കിരീടം കൊണ്ട് കുത്തിത്തുളയ്ക്കപ്പെട്ടു. ഇങ്ങനെ ശരീരം മുറിവേറ്റപ്പോ ആ ശരീരത്തിനേറ്റ മുറിവ് കൊണ്ട് നമുക്ക് പിതാവിന്റെ അടുക്കിലേക്ക് കടക്കാൻ ഒരു വഴിയാണ് കർത്താവ് തുറന്നത്. അതാണ് പുതുവഴി എന്ന് പറയാൻ കാരണം. അന്ന് വരെ ദൈവത്തോടടുക്കുന്നതിന് തടസ്സമായി നിന്നിരുന്ന ദൈവമന്ദിരത്തിലെ തിരശീല കീറിയതുപോലെ യേശുവിന്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത് കൊണ്ടാണ് ദൈവത്തോട് നമുക്ക് നേരിട്ട് ബന്ധപ്പെടാൻ ഒരു പുതിയ വഴിയുണ്ടായത്. അതുകൊണ്ട് ഇപ്പൊ പറയാം, പരമാർത്ഥ ഹൃദയത്തോടെ ധൈര്യത്തോടെ അടുത്തിയാൽ പൂർണ്ണ നിശ്ചയം പൂണ്ട്. പേടിക്കണം, മറ്റേ ചെല്ലരുത്. നമ്മൾ ലേവ്യ പുസ്തകം ഒരു വാക്യമുണ്ട്, ഈ
കൃപാസനത്തിന്റെ അടുത്തോട്ട് ചെല്ലുന്ന കാര്യം പറയുമ്പോൾ വേദപുസ്തകം പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങോട്ട് കേറരുത്, ചെല്ലരുതെന്ന. ലേവ്യ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. അഹരോന്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ അടുത്ത് ചെന്നിട്ട് മരിച്ചു പോയ ശേഷം യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, കൃപാസനത്തിന് മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശ്ശീലയ്ക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിന് മുമ്പിൽ എല്ലാ സമയത്തും വരരുത് എന്ന് അവനോട് പറയുന്നു. മതി മതി, അവനോട് പറയണം വരരുത്. കാരണം കൃപാസനത്തിന്റെ മുകളിലുള്ള കെരൂബുകളുടെ നടുവിലാണ് എന്റെ തേജസ്സ് ഇറങ്ങി വരുന്നത്. അവൻ മരിക്കാതിരിക്കുന്നതിന് അങ്ങോട്ട് കയറി വന്നേക്കരുതെന്ന് പറയണം. അവനോട് പറയണം, എടാ എനിക്ക് മാത്രമേ കയറാൻ അവകാശമുള്ളൂ എന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ചെല്ലരുത്. അവനോടൊന്ന് പറയണമെന്ന് അഹരോനോട്, ചെല്ലരുത്, ചെന്നാ മരിക്കും. ഇതാണ് പഴയ നിയമം പറയുന്നേ. പുതിയ നിയമത്തിലോ? പുതിയ നിയമത്തിൽ നമ്മൾ എബ്രായ ലേഖനം 4:16 വായിച്ചു. എബ്രായ ലേഖനം 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. പഴയ നിയമം പറഞ്ഞു ചെല്ലരുത്, മരിക്കും. പുതിയ നിയമം പറയുന്നു ചെല്ലാം, ധൈര്യത്തോടെയല്ല. എപ്പോ കൃപ വേണമോ, എപ്പോ സഹായത്തിന് നിനക്ക് ദൈവത്തിൽ നിന്ന് സഹായം വേണോ, അപ്പൊ ധൈര്യമായിട്ട് ചെല്ലാവുന്നു. കണ്ട വ്യത്യാസം? യേശുവിന്റെ മരണം മൂലം നമുക്ക് കിട്ടിയ പ്രയോജനം അതാ. എപ്പോ നിങ്ങൾക്ക് ചെല്ലണമോ ധൈര്യമായിട്ട് ചെല്ലാം. പഴമം പറയുന്നു വേണ്ട, എപ്പോഴും വരരുത്, മരിച്ചു പോകും. അപ്പൊ യേശുവിന്റെ മരണം, യേശു മഹാപുരോഹിതനാണ്, യേശു തന്നെ യാഗമൃഗമാണ്, യേശു തന്നെ തിരശീലയുമാണ്. അതുകൊണ്ടാണ് ആ ശരീരം കീറിയത് കൊണ്ട് നമുക്ക് അതിപരിശുദ്ധ സ്ഥലത്ത് കയറാനായിട്ട് സാധിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി. ഏത് സമയത്തും നമുക്ക് എപ്പോൾ ദൈവസന്നിധി ചെല്ലണം അപ്പം ചെല്ലാം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ? ദൈവാലയത്തിൽ ചെല്ലാന്നാണോ? അല്ല. നമ്മൾ നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനാ മുറിയിൽ, നമ്മൾ നമ്മുടെ സ്വീകരണ മുറിയിൽ, എവിടെയായിരുന്നാലും നമ്മൾ ദൈവസന്നിധി നമ്മുടെ തലവണക്കി കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരെ ദൈവസിംഹാസനത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുക. ഒരു തടസ്സങ്ങളുമില്ല. അതിന് സാധിക്കുന്നത് യേശുവിന്റെ മരണം മൂലമാണ്, കാൽവറി മരണത്താലാണ് എന്നതാണ് നമ്മോട് പറയുന്നത്. അപ്പൊ ലേവ്യ പുസ്തകവും എബ്രായ ലേഖനവും തമ്മിലുള്ള ആ താരതമ്യത്തിൽ വ്യത്യാസം മനസ്സിലായോ? ഒരിടത്ത് യാഗങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ തുടങ്ങിയവയാണ്. മറുവശത്ത് യാഥാർത്ഥ്യം, പൊരുളായവ, യേശുവിന്റെ മരണം, അതിലൂടെ ലഭിച്ച നമ്മുടെ സാധ്യതകൾ, അനുഗ്രഹങ്ങൾ എന്നിവയാണ് പറയുന്നത്. അപ്പൊ ഇവ തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ യേശു കർത്താവിന്റെ മരണം കൊണ്ട് നമുക്കുണ്ടായ പ്രയോജനങ്ങൾ വളരെ വളരെ അധികമാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായും നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. നമ്മള് കർത്താവിന് വെച്ച ഒരു ചെറിയ ടെസ്റ്റ് പേപ്പർ നമുക്ക് ഇതിനു വേണ്ടി ഇടാം. കുറച്ച് പേരല്ലേ ഉള്ളൂ. ടെസ്റ്റ് പേപ്പറൊക്കെ നമുക്ക് ഇടാം അടുത്തൊരു ക്ലാസ്സിൽ. നിങ്ങളതിൻ്റെ ആൻസർ നേരെ എനിക്ക് അയച്ചു തന്നാൽ മതി, നോക്കാം. എല്ലാവരും എഴുതണേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ എഴുതാതിരിക്കരുത്. നമ്മൾ എന്ത് മനസ്സിലാക്കിയെന്ന് നമുക്ക് തന്നെ അറിയാനാ. അതെപ്പോഴും ഓർത്ത് നിങ്ങളുടെ റിസൾട്ട് ഒന്നും പബ്ലിഷ് ചെയ്യൊന്നുമില്ല. മാർക്ക് എല്ലാവരും അറിയുമല്ലോ എന്നോർത്ത് ആരും ജാള്യതയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങളത് എഴുതുമ്പോൾ
നിങ്ങൾ എന്ത് മനസ്സിലാക്കി, എന്തു പഠിച്ചു, എത്രത്തോളം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞുവെന്ന് നിങ്ങൾക്കും ഞങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റും. അടുത്ത മറ്റൊരു ക്ലാസ്സിലേക്ക് പോലും നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കാൻ നമ്മുടെ പെർഫോമൻസ് അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ചെയ്യുക. MDന് ഒരാൾ ചേരുന്നത് BTHന് മാർക്ക് വാങ്ങി പാസ്സാകുന്നത് കൊണ്ടാണ്. അങ്ങനെ പാസ്സാകാത്ത ഒരാളെ നമുക്ക് ചേർക്കാൻ പറ്റുകയല്ലോ. 8ാം ക്ലാസ്സിൽ തോറ്റവനെ 9ാം ക്ലാസ്സിൽ ചേർക്കുകയല്ലോ. അതുപോലാണ് ഈ കാര്യം. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ ടെസ്റ്റ് പേപ്പറേ ഉള്ളൂ, അത് വളരെ എന്താ പറയാ, മടി കൂടാതെ ഫേസ് ചെയ്യണം. അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ എഴുതാതിരിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഒരു വലിയ ദുരന്തം അതാണ്. എക്സാം എഴുതിയവർ വളരെ കുറവാണ്. അതാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനൊന്നും ഉണ്ടാകരുത്. ഈ പ്രാവശ്യം നമ്മൾ ടെസ്റ്റ് പേപ്പർ ഇടുമ്പോൾ എക്സാം പോലും പറയണ്ട, 1-2 മാസം കൊണ്ട് നമ്മൾ തീർത്ത കാര്യങ്ങളാണ്. നിങ്ങളതിനെ ഫേസ് ചെയ്യണം. നമ്മൾ എന്ത് പഠിച്ചു എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാനാ. അതിന് ഇടയാകണം, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പ്രത്യേക എനിക്ക് പറയാനുള്ളത്. നമുക്ക് തൽക്കാലം നമ്മുടെ ഈ വിഷയം ഇന്നുകൊണ്ട് തീർക്കുകയാണ്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എക്സാം അപ്പിയർ ചെയ്യുന്നത് കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്, മനസ്സിലാകാനുണ്ട് എന്ന് തോന്നുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാനുള്ള അവസരം ഇപ്പൊ തരികയാണ്. എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ സംശയങ്ങൾ ചോദിക്കാം. ഇപ്പോഴെന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, വിശദമാക്കേണ്ട കാര്യമുണ്ടെങ്കിൽ പറയാം, എന്നിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഉണ്ടോ? ഇന്ന് കുറച്ചുപേര് ആബ്സെന്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. നമ്മുടെ ഡൽഹിയിലെ പാസ്റ്റൊന്നും കാണുന്നില്ലല്ലോ. അതോ വീഡിയോ ഓൺ ആക്കിയില്ലേ അദ്ദേഹം? 13 പേരേ ഉള്ളൂ. നാളെ കുറവുണ്ട്. നമ്മുടെ VP പൗലോസൊക്കെ ഇന്ന് കൺവെൻഷൻ തുടങ്ങുക അവരുടെ. അതെ, കിരുമ്പാറ കൺവെൻഷൻ തുടങ്ങുക.